വിദേശ പ്രസംഗങ്ങളിൽ നടപടി ആവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി തള്ളിയിട്ടുണ്ട്. ശ്യാം ദേവരാജ് നൽകും വിവരങ്ങൾ. ശ്യാം, വാദം കേൾക്കുക പോലും ചെയ്യേണ്ടതില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹർജി തള്ളിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ സുപ്രീം കോടതി വ്യക്തമാക്കുന്നത്? കഴിഞ്ഞ ഏപ്രിൽ 21-നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിവാദമായ വിദ്വേഷ പ്രസംഗം നടത്തിയത്. ഒപ്പം കേന്ദ്ര യുവജനകാര്യമന്ത്രി അനുരാഗ് താക്കൂറും ഒരു വിദ്വേഷ പ്രസംഗം നടത്തിയിരുന്നു. അത് ഫെബ്രുവരി 27-ാം തീയതിയായിരുന്നു. ഇത് BJP സാമൂഹിക മാധ്യമങ്ങളിലൂടെ അടക്കം, BJPയുടെ ഔദ്യോഗിക ട്വിറ്റർ, മറ്റ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ അടക്കം പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇക്കാര്യത്തിലാണ് നടപടി ആവശ്യപ്പെട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് ഒരു ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വന്നത്. ഈ ഹർജിയാണ് സുപ്രീം കോടതി വാദം കേട്ട ശേഷം, ഈ ഹർജിക്കാരുടെ വാദം കേട്ട ശേഷം തള്ളിയത്. നേരത്തെ 2019-ൽ സമാനമായൊരു ഹർജി വന്നിരുന്നു. അതിന്മേൽ വിശദമായ വാദം കേൾക്കുകയും അന്ന് തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു. അന്ന് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ചെയ്തത്. അതിന്മേൽ മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളടക്കം പൂർത്തിയാകുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കേസിൽ വാദം കേൾക്കേണ്ടതില്ല എന്ന നിലപാടാണ് സുപ്രീം കോടതി സ്വീകരിക്കുകയും ചെയ്തത്. മാത്രമല്ല, ജസ്റ്റിസുമാരായ വിക്രംനാഥ് ഒപ്പം സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങുന്ന ബെഞ്ചിന്റേതാണ് വിധിയും. ഇതൊരു നടപടി ആവശ്യപ്പെട്ട് മുൻ IAS ഉദ്യോഗസ്ഥനായ EAS ശർമ്മയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഈ ഹർജിയാണ് സുപ്രീം കോടതി പരിഗണിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച് തള്ളിയത്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും ഒപ്പം കേന്ദ്ര യുവജനകാര്യ മന്ത്രി അനുരാഗ് താക്കൂറിനെതിരെയും നടപടി ആവശ്യപ്പെട്ടുള്ള ഹർജികളാണ് സുപ്രീം കോടതി തള്ളിയിരിക്കുന്നത്.